Hi all, the real civil engineering material video എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നിവിടെ IBPMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ എങ്ങനെ നമുക്കൊരു പുതിയൊരു ലൈസൻസിക്ക് എങ്ങനെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മൾ IBPMS എന്ന് നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ അതിന്റെ ലോഗിൻ ചെയ്യുന്ന ഒരു പേജ് വരും, അത് ഓപ്പൺ ആക്കി എടുക്കുക. ഇങ്ങനെ തുടർന്ന് വരുന്ന ഓപ്ഷനിൽ നമ്മൾ ഏതാണ് നമ്മുടെ ഡിസ്ട്രിക്ട് എങ്കിൽ ഇപ്പോൾ തൃശ്ശൂരാണ്, തൃശ്ശൂർ സെലക്ട് ചെയ്തു. അതിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി അണ്ടറിലാണെങ്കിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എന്ന് കൊടുക്കുക. ULB നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഏരിയ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പ്രൊസീജിയർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ പ്രശ്നമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈമായിട്ട് നിങ്ങൾ ഏരിയ നിങ്ങൾ വെച്ച് കൊടുത്തോളൂ. ബാക്കി നിങ്ങൾക്ക് ആ തൃശ്ശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ തടസ്സങ്ങളൊന്നും വരില്ല. ഒരുപാട് പേര് അത് ചോദിച്ചിരുന്നു. ദെൻ നമുക്ക് ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡും ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അവര് പണ്ട് IBPMS ഉപയോഗിച്ച ആളുകളുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. ഇനി അല്ല പുതിയതായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ആർക്കിടെക്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. തുറന്നൊരു വിൻഡോ തുറന്നു വരും. ഇതിപ്പോ ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ഫോം മാത്രമാണ്, എന്നാലും ജസ്റ്റ് ബ്രീഫ് ആക്കി പറയാണ്. നമ്മുടെ മിസ്റ്റർ അത് കൊടുക്കുക, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ കാറ്റഗറി നമുക്ക് ഏത് ലൈസൻസ് ആണ് കയ്യിൽ, എഞ്ചിനീയർ ആണെങ്കിൽ അത് കൊടുക്കുക. സൂപ്പർവൈസർ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസിന്റെ ഗ്രേഡ് അത് കൊടുക്കുക. ക്വാളിഫിക്കേഷൻ BTech, ഡിപ്ലോമ, IT എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. എത്ര വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ടാബിൽ ചോദിക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കൺസ്ട്രക്ഷന്റെ ഫേം ഏതാണെങ്കിൽ അത് രജിസ്റ്റേർഡ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു പ്രൊഫൈൽ സമ്മറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത കോളത്തിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ് നമ്പർ, നാഷണാലിറ്റി, ഈ 3 കാര്യങ്ങൾ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് കലണ്ടർ വരും, ആ കലണ്ടർ ചൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റൽ അഡ്രസ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോസ്റ്റൽ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, സിറ്റി, പിൻകോഡ് ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അതിനർത്ഥം മാൻഡേറ്ററി ആണെന്നാണ്. അതുകൊണ്ട് അത് ആക്ച്വൽ ആയിട്ടുള്ള പിൻകോഡ് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് രജിസ്ട്രേഷന്റെ സമയത്ത് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ, ഇമെയിൽ ID നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത് ഇമെയിൽ IDയിലേക്കാണ്. അത് വെച്ചിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് ലോഗിന്റെ കാര്യങ്ങൾ ചെയ്യാം. രണ്ടാമത് നമ്മുടെ മൊബൈൽ നമ്പർ ആവശ്യം വെച്ചാൽ ഇൻ കേസ് നമ്മുടെ പാസ്വേഡ് എങ്ങാനും മാറി അല്ലെങ്കിൽ നമുക്ക് മറന്നുപോയെങ്കിൽ അതൊക്കെ റീസെറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറന്റ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ നമ്മൾ ഏതെങ്കിലും ID പ്രൂഫ് ആവശ്യമുണ്ട്. ID പ്രൂഫ് നമുക്ക് പാൻ കാർഡ്, പാസ്പോർട്ട്, ഇതിലുള്ള ഏതെങ്കിലും ID പ്രൂഫ് നിങ്ങൾക്ക് കൊടുക്കാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ, നമ്മുടെ ലൈസൻസിന്റെ അതിപ്പോൾ റിന്യൂഡ് ആണെങ്കിൽ റിന്യൂഡിന്റെ ആ സ്കാൻഡ് കോപ്പി നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ നമ്പർ അടിയിൽ കൊടുക്കണം. അതിന്റെ വാലിഡിറ്റി, നമുക്ക് രജിസ്ട്രേഷൻ എന്നാണ് എൻ്റെ ആവുന്ന വാലിഡിറ്റി നമുക്കറിയാം. എഞ്ചിനീയറായി ഇത്ര 3 വർഷം 4 വർഷം കാലാവധിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളത് നമ്മുടെ ലൈസൻസിന്റെ ബുക്കിന്റെ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും എത്ര വർഷത്തേക്കാണ് പുതുക്കിയിട്ടുള്ളതെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൊടുക്കേണ്ടതാണ് ലോഗിൻ നെയിം, പാസ്വേഡ്, റീഎൻറ്റർ പാസ്വേഡ്. ലോഗിൻ നെയിം എന്ന് വെച്ചാൽ നമുക്ക് കംഫർട്ടബിൾ ആയ ഒരു ലോഗിൻ നെയിം, മറക്കാത്ത ഒരു ലോഗിൻ നെയിം കൊടുക്കാം. ഇപ്പോൾ പേരോ നിങ്ങളുടെ ഫേമിന്റെ പേരോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, മറക്കരുത്, അത് പ്രത്യേകം എഴുതി വെക്കുക. ദെൻ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അതൊരു സെക്യൂരിറ്റി പാർട്ടും കൂടിയാണ്. അതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ്സോട് കൂടി തന്നെ പാസ്വേഡ് കൊടുക്കാം. ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്ററിൽ മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഉണ്ടായ ഒരു നമ്പർ ഡിജിറ്റ് ഉണ്ടായ നല്ലതാണ്. അതുപോലെ തന്നെ @, എന്തെങ്കിലും എക്സ്ക്ലമേറ്ററി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുകയാണ് നല്ലത്. അതിന്റെ സെക്യൂരിറ്റി കൂട്ടാതെ നന്നായിരിക്കും. അപ്പോൾ പാസ്വേഡ്, അതുപോലെ പാസ്വേഡ് റീഎൻറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് മറന്നുപോയെങ്കിൽ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന് സെലക്ട് ചെയ്ത് കൊടുക്കാം. വോയിസ് യുവർ ബെസ്റ്റ് ടീച്ചർ, നിക് നെയിമോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഒരു പേര് നമ്മൾ അതിൽ ആൻസർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് പാസ്വേഡ് ഫോർഗോട്ട് മറന്നുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തതൊക്കെ മാൻമെയ്ഡാണ്, അത് റോബോട്ട് അല്ല എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു കോഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ഇൻ കേസ് ഈ കോഡ് മനസ്സിലാവാതെ വരുന്നുണ്ടെങ്കിൽ ജനറേറ്റ് നോ ഇമേജ് എന്നുള്ളത് കൊടുക്കുക. ദെൻ നമ്മുടെ നെക്സ്റ്റ് ഡിക്ലറേഷൻ ആണ്. നമ്മൾ ചെയ്തതൊക്കെ ടു ദി ബെസ്റ്റ് ഓഫ് മൈ നോളജ് അത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് സാക്ഷ്യപ്പെടുത്തുന്നു, ജസ്റ്റ് ടിക്ക് ഇടുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. അതിന് മുന്നേ തന്നെ നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ അറ്റാച്ച് ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി അതാത് മേഖലകളിലെ ഈ IBPMSന്റെ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും, അവരത് വെരിഫൈ ചെയ്ത് അത് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് എന്ത് വരും, ഇതിന്റെ ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് കിട്ടിയാൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും അതിന്റെ ആക്ടിവേഷനും കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഈ പറയുന്ന രീതിയിൽ ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലാനുകളും മറ്റു കാര്യങ്ങളൊക്കെ അതിലൂടെ സബ്മിറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ആർക്കിടെക്ട് റിന്യൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റിന്യൂവലിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അത് വേണം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അടിയിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആർക്കിടെക്ട് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരുപാട് പേര് ആവശ്യപ്പെടുന്നുണ്ട് ഇതിനെ. ചിലപ്പോൾ ടെക്നിക്കൽ എറർ ഒക്കെ വന്നേക്കാം. അപ്പോൾ ഒരു തവണ കൊടുത്തിട്ട് കിട്ടായിക വന്നാൽ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. ഇപ്പോൾ എല്ലാം ഒന്ന് റെഗുലറായി വരുന്ന വരെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ പറയുന്ന ആർക്കിടെക്ട് രജിസ്ട്രേഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിരിക്കുക. വൺസ് നമ്മൾ പ്രീ DCRൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ 2019 മുന്നേക്ക് നമ്മൾ IBPMS ഉപയോഗിച്ച ആളുകളൊക്കെ ആണെങ്കിൽ ആ ഉപയോഗിച്ചിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് തന്നെ വീണ്ടും റീയൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാത് ഏരിയയിലുള്ള IBPMSന്റെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവരോട് യൂസർ നെയിം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് നിങ്ങളെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിലോ മറ്റോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തുള്ള മൊബൈൽ നമ്പറും മെയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തുകൊണ്ട് റീസെറ്റ് ചെയ്ത് ആ IBPMS ഇതിൽ തന്നെ കയറി നമ്മൾ നോർമലായിട്ട് പ്ലാനുകൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കാം. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.